ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ്. എങ്ങനെ നമുക്ക് ഹോം മെയ്ഡ് മെഹന്തി ഉണ്ടാക്കാം, അതും ഓർഗാനിക് മെഹന്തി വിതൗട്ട് എനി കെമിക്കൽസ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പറയുന്ന അളവിൽ തന്നെ എടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് 100 ഗ്രാം ഹെന്ന പൗഡറാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബെസ്റ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി ഹെന്ന പൗഡർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ മെഹന്തിയുടെ സ്റ്റെയിൻ നമ്മൾ എടുക്കുന്ന പൗഡറിൻ്റെയും ഓയിലിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചിട്ടിരിക്കും. പൗഡർ നമ്മളിവിടെ സെയിലാക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കാണിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പൗഡർ മാത്രമല്ല, ഹെന്ന ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ഓയിൽ, യൂക്കാലിപ്റ്റസ് എസെൻഷ്യൽ ഓയിലും നമ്മൾ സെയിലാക്കുന്നുണ്ട്. സോ അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ആണെങ്കിലും കോൾ ആണെങ്കിലും ഏതാണെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ വഴി നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നതാണ്. സോ നമ്മൾ 100 ഗ്രാം പൗഡർ എടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ എടുക്കേണ്ടത് 30 ഗ്രാം അല്ലെങ്കിൽ 30 to 35 ഗ്രാം ഷുഗറാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന എസെൻഷ്യൽ ഓയിലാണ്. സോ എസെൻഷ്യൽ ഓയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പൗഡർ കുറച്ച് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൗഡർ ഒന്ന് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എസെൻഷ്യൽ ഓയിൽ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുക. 100 ഗ്രാം ഹെന്ന പൗഡർ നമ്മൾ എടുത്തത് കൊണ്ട് 30 ഗ്രാം എസെൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എസെൻഷ്യൽ ഓയിൽ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെയിൻ അത് ബാധിക്കും. എസെൻഷ്യൽ ഓയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ മുതലായ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ കറക്റ്റ് ക്വാണ്ടിറ്റി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയുള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ജസ്റ്റ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്ന പൗഡർ അനുസരിച്ചിട്ടിരിക്കും. വെള്ളം കൂടിപ്പോയാലും അത് നമ്മുടെ സ്റ്റെയിനെ ബാധിക്കില്ല. പക്ഷേ നമ്മളൊരു ട്യൂബിലേക്ക് ഇട്ടിട്ട് നമ്മൾ മെഹന്തി അതുവഴി വരക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിസൈൻ സ്പ്രെഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ വെള്ളം ഓവറായിട്ട് യൂസ് ചെയ്യരുത്. ഒരു ടൈറ്റ് കൺസിസ്റ്റൻസിയിൽ വേണം ആഡ് ചെയ്യാൻ. ആദ്യം തന്നെ നമ്മൾ മുഴുവൻ വെള്ളം ആഡ് ചെയ്ത് വെക്കില്ല. കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് ഒരു ടൈറ്റ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഡൈ റിലീസിന് വെക്കാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ ഡൈ റിലീസാണ് നമ്മൾ വീണ്ടും വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിലേക്ക് നമ്മുടെ പേസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ടൈറ്റിലാണ് ഞാനിത് വെച്ചേക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ഇത് ടൈറ്റായിട്ടൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 7 to 8 hours ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ 7 to 8 hours റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മുടെ ഹെന്ന പേസ്റ്റ് നമ്മൾ തുറക്കുകയാണ്. ആ കളർ ചേഞ്ച് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഡൈ റിലീസ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. പേസ്റ്റിലുള്ള കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. ഹെന്ന ആർട്ടിസ്റ്റുകളെല്ലാം അവരുടെ കോൺ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാറ്. ഇത് കഴിഞ്ഞിട്ടൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന സ്റ്റെപ്പ്. അതും നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പ്രശ്നമില്ല. എന്നാൽ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്മൂത്ത് ആയിട്ടാണ് ആ പേസ്റ്റ് വന്നേക്കുന്നത്. അടുത്തത് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അതിനാദ്യം ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കുക. അതിലേക്ക് ഒരു സ്ട്രെയിനിങ് സോക്സ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇറക്കി വെക്കുക. നമ്മുടെ പേസ്റ്റ് എന്നിട്ട് നമ്മൾ ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സ്ട്രെയിൻ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല ബലത്തോടു കൂടി വേണം നമ്മളിത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ സോക്സ് ആ പൈപ്പിംഗ് ബാഗിൻ്റെ അകത്ത് നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ സോക്സ് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ നിന്നും ആ സോക്സ് എടുക്കാൻ പറ്റുന്നു. അത്യാവശ്യം നല്ല പ്രഷർ കൊടുത്തിട്ട് വേണം ഇത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റെപ്പും കൂടി കഴിയുന്നതോടുകൂടി നമ്മുടെ പേസ്റ്റ് ഭയങ്കര അടിപൊളി സ്മൂത്തായിട്ട് വരുന്നതാണ്. അടുത്തതായിട്ട് ഇത് കോണിലേക്ക് നിറക്കുക. കോൺ ഞാൻ ഓൾറെഡി റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ട് പതിയെ ഇറക്കി കൊടുക്കുന്നു. ഒരു കോണിൽ 25 ഗ്രാം പേസ്റ്റാണ് നമ്മൾ നിറക്കുന്നത്. ഞാൻ ഈ കോൺ സെയിൽ ചെയ്യുന്നത് 50 രൂപക്കാണ്. നമുക്ക് കേരള ഓൾ ഓവർ ഷിപ്പിംഗ് ഉണ്ട്. ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൊറിയർ വഴി നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു തരാം. അതുപോലെ തന്നെ DIY കിറ്റും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൽ മെഹന്തി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ കോൺ റോൾ ചെയ്യുന്നതും സീൽ ചെയ്യുന്നതും ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അത് ചെയ്യാം. ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ ഇട്ട് വരാം. അപ്പോൾ ബൈ.